ഇവിടെ നാളെ ഇവിടെ തിരഞ്ഞെടുപ്പ് ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ഇപ്പം നാളെ ഓഫല്ലല്ല, അതുകൊണ്ട് മിക്കയിടത്തും അവധിയായതുകൊണ്ട് ഈ നമ്മുടെ സ്റ്റാൻഡ് വൈകിട്ട് അപ്പിലൊക്കെ ഒരു എക്സലൊക്കെ ടീം പരിപാടി ഈ ടീം പരിപാടി ഒരു എക്സലൊക്കെ ഇറക്കണം. അതുകൊണ്ട് അങ്ങനെ ഭയങ്കര തിരക്ക് കാല് പിടിക്കും ചേച്ചി. പിന്നെ എനിക്ക് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ കൊണ്ട് ഞാനാണ് ഇവിടെ ബസ്സിൽ കയറിയപ്പം ബസ് സൗത്തിലോട്ട് പോയിട്ടില്ലെന്ന് പറഞ്ഞ് അവിടം വരെയുള്ളതെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു. അങ്ങനെയാണ് വയറ്റിലേക്ക് വന്നിട്ട് വയറ്റിലേക്ക് ഇറക്കി വിട്ട് വയറ്റിലേക്ക് വന്നിട്ട് മെട്രോയ്ക്ക് കയറി സൗത്തിൽ ചെന്നപ്പം ട്രെയിനിൽ പോയി എല്ലാം പോയി. പിന്നെ ഞാൻ സൗത്തിൽ വന്നു. ഇപ്പോൾ ചേച്ചി ഇറങ്ങണമെന്ന് ഒരുമിച്ച് വന്നപ്പോൾ ഞാൻ ഇപ്പം വയറ്റിലേക്ക് വന്നു. വയറ്റിലെ മെട്രോ സ്റ്റേഷൻ വയറ്റിലെ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ കയറി പൊറോട്ട ഓർഡർ ചെയ്തു. ഇനി അങ്ങ് ഇപ്പം കിട്ടുന്നുള്ളൂ. ഇപ്പോഴും ഭയങ്കര തിരക്ക് ഭയങ്കര ബസ്സിലൊക്കെ അങ്ങനെ പൊറോട്ടയും ചിക്കനും കഴിക്കാനായിട്ട് ഓർഡർ ചെയ്തപ്പോൾ പൊറോട്ട ചിക്കൻ പക്ഷേ ബസ്സിൽ നേരെ നിന്ന് കാലത്തൊരു പതിവായി അവിടെ നിന്ന്. ഇപ്പോഴും ഭയങ്കര തിരക്കാണ് അവിടെ. ഒരു ബസ്സില്ല അവിടെ. പിന്നെ നൂറ്റിയമ്പതോളം അവസാനം വണ്ടി എടുക്കാത്ത തിരിച്ച് ആൾക്കാർ കയറിയിട്ടേ നിൽക്കാൻ പോലും സ്ഥലമില്ല. തിരക്കാണ്. ഞാൻ കഴിക്കട്ടെ കഴിച്ചിട്ട് പോകാം. അപ്പോൾ ഞങ്ങൾ ഇനി ചെല്ലുമ്പോൾ തിരക്കുണ്ടാകാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഏകദേശം കുറഞ്ഞ് കാണുമായിരിക്കും. അപ്പോൾ തിരക്ക് കുറഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിരിക്കുക. ഇപ്പോൾ സമയം 9 മണിയാകുന്നു. അപ്പോൾ കഴിക്കട്ടെ കഴിച്ചു. ഇവിടെ ഇപ്പോഴത്തെ തിരക്ക് നേരത്തെ വെച്ച് നല്ല കുറവുണ്ട്. ഇത്രയേ ഉള്ളൂ. നേരത്തെ നല്ല തിരക്കായിരുന്നു, എന്നാലും ഉണ്ട് അത്യാവശ്യം തിരക്ക്. അപ്പോൾ ഞങ്ങളിത് വയറ്റിലെ ഹബിലിരിക്കാൻ കഴിച്ചിട്ട് അപ്പോൾ വയറ്റിലെ ഹബിലായിട്ട് വന്നിരിക്കും. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ടിറങ്ങിയിട്ടിപ്പോൾ ചായ കുടിക്കാൻ ഒരു കടയിൽ നിന്ന്. അപ്പോൾ അവിടെ ചായ ഇല്ലായിരുന്നു. അപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം തോന്നിയപ്പോൾ ചായ ഇതുവരെ നല്ല തിരക്കും കിട്ടി. ഇവിടെ കുറേ ദിവസമൊക്കെ കുടിക്കുക, എന്നാലും അവിടെയൊക്കെ ഇവിടെ ഇല്ല. അപ്പുറത്തൊക്കെ നല്ല തിരക്കാണ് അത്യാവശ്യം. അതുകൊണ്ട് ചായ കുടിക്കാനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അണ്ടി പോയ അണ്ണാനെ പോലെ ഞങ്ങളിവിടെ വയറ്റിലെ ഹബ്ബിക്ക് ഇരിക്കുന്ന വണ്ടി തിരക്കാണ്. വണ്ടിയൊക്കെ തിരക്ക് കുറഞ്ഞ മയം സാവധാനം ഇനി ഒരു പ്ലാൻ ചെയ്ത് കിട്ടുന്ന വെച്ചിട്ട് പോയാലോ. അതെങ്ങനെയാണ് അതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. ബസ്സും മല്ലില്ല, അങ്ങനെ ബസ്സും കുറവാണ്. കിട്ടുന്ന കുത്തിക്കറി വെള്ളത്തൊക്കെ പോയിരുന്നെങ്കിൽ സെറ്റായിരുന്നു. കുത്തിയിരിക്കുന്ന കഴിച്ച് ഇവിടെ മേലെ രാവിലെ തൊട്ട് തന്നെ ഈ ഓട്ടവും ചാട്ടവും ബഹളവും വർക്കും കഴിഞ്ഞുള്ള ഇറക്കവും കഴിഞ്ഞ് എനിക്ക് പണി കിട്ടിയത് ആ ബസ്സുകാരന്മാരാണ് ഈ പണി തന്നത്. അവരവിടെ ഇറക്കി വിട്ടുന്നത്. വയറ്റിലെ അവിടെ ഇറക്കി വിട്ടു. സൗത്ത് വരെയുള്ള ടിക്കറ്റും എടുത്ത് വയറ്റിലെത്തിയപ്പോഴാണ് പറഞ്ഞത് ചേട്ടാ, വയറ്റിലെത്തിയപ്പോൾ പറഞ്ഞത് അങ്ങനെ സൗത്തിലായിട്ട് പോകത്തില്ല. ഞാൻ ചോദിച്ചാൽ സൗത്തിലായിട്ട് പോകത്തില്ല. ഇല്ലത് അതാണ് പണി. ഞാൻ മെട്രോയ്ക്ക് കയറി അവിടെ വന്നപ്പോൾ സൗത്തിൽ വന്നപ്പോൾ ട്രെയിനും പോയി. പിന്നെ തിരിച്ച് ഇവിടെ വന്നു. പിന്നെ ഒരു പോസ്റ്റ് തുടങ്ങിയതാണ്. എന്ത് തിരക്കാണ്, ഞാനത് എടുക്കാൻ പറ്റില്ല. ഭയങ്കര തിരക്കായിരുന്നു. തിരക്കുള്ള മാനസികാവസ്ഥയല്ല. എനിക്കതിനെ ആകെപ്പാട് ചെയ്യണം. ഇപ്പം എന്തെങ്കിലും കഴിച്ചിട്ടാണ് ഇപ്പം ഇങ്ങനെയെങ്കിലും ഇരിക്കുന്നത്. ഉച്ചക്ക് കഴിച്ചാൽ പിന്നെ കഴിക്കണത് അപ്പം കണ്ടില്ല കഴിച്ചത്. അപ്പോൾ പൊറോട്ട ആ ചിക്കൻ കറി ഇപ്പം കഴിച്ചപ്പോഴേക്കും ഓക്കെ. മേലാണ് കാലാനേക്ക് നിന്ന് കഴിച്ചിട്ട് വരാണ്ട് വല്ലാത്ത ദിവസമാണ് കേട്ടോ. ഈ വല്ലാത്ത ദിവസമായിരുന്നു. ഇന്ന് സത്യം എൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. ഇന്നലെ എൻ്റെ ബർത്ത്ഡേ കിട്ടി. ബർത്ത്ഡേ കിട്ടി ഇതുമാതിരി പോസ്റ്റ് കിട്ടിയെന്ന അവസ്ഥ. ശരി അങ്ങനെ ഞങ്ങൾ ഇരിക്കുന്നത്. ശരി ഞാനത് വീഡിയോ എടുക്കുന്നത് പിറ്റേ ദിവസമാണ് കേട്ടോ. ഇപ്പം ഈ വ്ളോഗ് ഈ വീഡിയോ എടുക്കുന്നത്. ഇന്നലെ വന്നത് എത്ര സമയമാണെന്നറിയാം. ഇന്നലെ വന്നപ്പം 1 മണി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പം. വെളുപ്പിന് 1 മണി കഴിഞ്ഞ് വീട്ടിൽ. അത്ര നേരം അവിടെ ഞങ്ങൾ നിന്ന് വയറ്റിലെ ഹബ്ബിൽ സ്റ്റാൻഡിൽ KSRTC സ്റ്റാൻഡിൽ. അപ്പം 1 മണി കഴിഞ്ഞ്. എനിക്കാണെങ്കിൽ മേലായിരുന്നു. എങ്ങനെയെങ്കിലുമൊക്കെ വീട്ടിൽ പോകാനാണ് പറ്റണ്ടേ കഴിച്ചു. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്. ഞങ്ങൾ കുറയട്ടെ എന്നും പറഞ്ഞാണ് അവിടെ ഇരുന്നത്. കുറഞ്ഞിട്ട് സമാധാനമായിട്ട് പോകാമല്ലോ. ആദ്യത്തെ തിരക്കുണ്ടാവും. പക്ഷേ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ടും തിരക്ക് കൂടണം അല്ലാണ്ട് കുറയുന്നില്ല ഒരു കാരണവശാലും തിരക്ക്.
ഭയങ്കര തിരക്ക്. പിന്നെ അവസാനം എങ്ങനെയെങ്കിലും പോകാമെന്ന് വെച്ചപ്പോൾ മിക്കവരും ബുക്കിംഗ് ഉള്ള ബസ് കയറത്തുള്ളൂ, അല്ലാണ്ട് ബുക്ക് ചെയ്ത ആൾക്കാർ മാത്രമേ കയറ്റത്തുള്ളൂ, അല്ലാണ്ട് ഉള്ളവരെ കയറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കര വിഷയം. എന്നിട്ടും ഭയങ്കര ഇടിയും ബഹളമായിരുന്നു അവിടെ അതിൻ്റെ പേരിലൊക്കെ കിടന്നു. ഈ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബുക്ക് ചെയ്ത ആൾക്കാരൊക്കെ ഇല്ലേ, അവർക്കാളും മുന്നേ മറ്റവർ കയറിയിരിക്കും. അവസാനം ബുക്ക് ചെയ്ത ആൾക്കാർക്ക് സീറ്റും കിട്ടത്തില്ല, സ്ഥലവും ഇല്ല. അങ്ങനെയൊക്കെ കുറേ വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ബുക്ക് ചെയ്ത ആൾക്കാർക്ക് സീറ്റും സ്ഥലമൊന്നും കിട്ടാണ്ട് അങ്ങനെയൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടായൊക്കെ ചെയ്തായിരുന്നു അവിടെ. പിന്നെ അങ്ങനെ നിന്ന് വന്നപ്പോൾ പിന്നെ ചേർത്തലക്കുള്ള ഒരു വണ്ടി വന്നു. നേരെ എങ്ങനെയോ അതിൻ്റെ അകത്തൊക്കെ ചാടിക്കയറി. എന്നിട്ടും നിന്നാ വന്നത്. ഏകദേശം പകുതിയൊക്കെ ആയപ്പോഴാണ് സീറ്റ് കിട്ടിയത്. ചേർത്തല വരെ ഉള്ളത്, പക്ഷെ എന്നിട്ടും ഫുള്ളാണ്. എന്നിട്ടും ഞാൻ നിന്നാ വന്നത്. ഇത്തിരി ഇങ്ങോട്ട് മാറിയപ്പോൾ സീറ്റ് കിട്ടുക. അത്രക്കും തിരക്ക് രാത്രി ആയിട്ട്. ഞാൻ വന്നപ്പോൾ 1 മണി കഴിഞ്ഞു. പിന്നെ മേലാതെ കാലും കയ്യിലും മേലായിരുന്നു നിന്ന്. പിന്നെ ആ ഫുഡ്, ആ പൊറോട്ടയും ചിക്കനും കഴിച്ചുകൊണ്ട് കുറച്ച് നേരം പിടിച്ചിരിക്കാൻ പറ്റി. അറിയൂ, ഒരു വല്ലാത്ത അവസ്ഥയായിപ്പോയി ഗൈസ് ഇന്നലത്തെ അവസ്ഥ. വല്ലാത്തൊരവസ്ഥയായിരുന്നു. അത്രക്കും ഇതായിരുന്നു, നല്ല തിരക്ക്. ഇത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഏതാണ്ട് 5 മണിക്ക് വർക്കും കഴിഞ്ഞ് ഇറങ്ങിയതാണ്. എനിക്ക് പണി കിട്ടിയെന്ന് വെച്ചാൽ ആ ബസ് സൗത്തിൽ പോണ ബസ്സായിരുന്നു. സാധാരണ സൗത്തിലാണ് വരുന്നത്, പക്ഷെ അവർ തന്നെ എന്താ കാര്യം അറിയാൻ പാടില്ല, അങ്ങ് ആ വഴി പോകത്തില്ലെന്ന് പറഞ്ഞ് മറ്റേ വൈറ്റൽ ജംഗ്ഷൻ്റെ അവിടെ ഇറക്കി വിട്ടു. ഞാനോടത്താവും ഇനിയപ്പം 6 മണിയായല്ലോ, 6:25 ട്രെയിൻ. അപ്പം 6 മണിയായല്ലോ. ഞാൻ നേരെ അപ്പോൾ 6 മണിയായല്ലോ, നേരെ അപ്പോൾ ഓർത്ത് മെട്രോ സ്റ്റേഷനിൽ പോയി നേരെ മെട്രോ കയറി സൗത്തിൽ പോയി ഇറങ്ങാമെന്ന് പറഞ്ഞ് മെട്രോ സ്റ്റേഷൻ ചെന്നപ്പം അതിനേക്കാളും നല്ല ക്യൂവും തിരക്കും. അവിടെയും ഭയങ്കര തിരക്ക്. അങ്ങനെ ക്യൂ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മുടെ എല്ലാം എടുത്തിട്ട് ചെന്ന് കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ ട്രെയിൻ മിസ്സായി. ട്രെയിനൊക്കെ കിട്ടിയില്ല, ട്രെയിനും പോയി. പിന്നെ ഞാൻ ഇപ്പോൾ ചേച്ചി പറഞ്ഞ് ചേച്ചി ഇറങ്ങുന്നുണ്ട്. അപ്പം അപ്പോൾ ഓർത്ത് ഇത്ര തിരക്കൊക്കെ അല്ല, അപ്പം ഞാനോടത്ത് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ സൗത്തിൽ നിന്ന് നേരെ വൈറ്റിലായിട്ട് വന്നു. വൈറ്റില വന്നപ്പോൾ ഗായ്സ് ഒരു രക്ഷയില്ലാത്ത ഇടിയും പരവാസമായിരുന്നു. എനിക്കാണെങ്കിൽ വിഷമിട്ടും മേലെ കാലും കഴിച്ചിട്ടും മേലെ. എനിക്ക് ആ സമയത്തൊന്നും എടുക്കാണ്ടൊരു ഇതില്ല. എന്തെങ്കിലുമൊക്കെ അവൾ കൊണ്ടിട്ട് ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞ് ചേച്ചി കൊണ്ട് ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പൊറോട്ടയും അതും കഴിച്ചപ്പോൾ ഏകദേശം എനിക്കൊരു ഓക്കെ ആയിരുന്നു. ഞാൻ ഒരു വല്ലാത്ത അവസ്ഥയാണ് ഗൈസ് ഇന്നത്തെ അവസ്ഥ. ഇലക്ഷൻ പ്രമാണിച്ച് ഇത്രക്കൊരു പണി കിട്ടുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ ഓക്കെ.